ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഓഫീസിലെ ബാക്കി വരുന്ന പൊട്ടിയ കസേരയും മേശയും ഒക്കെ എടുത്തിട്ട് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ സഫാൻ സാറ് പറയുന്നത് നമ്മളൊക്കെ ആ കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മളൊന്നും കേട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. എടാ, നീയൊക്കെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് തന്നെ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ, എന്നിട്ടാണോ നീ പറയുന്നത്? അപ്പോൾ അവൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ കോടതിയിൽ ഉണ്ടായതാണ്. അവനിങ്ങനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, അത് ഓൻ പറയുന്ന പോലെ 1 മാസത്തിനുള്ളിൽ നമ്മുടെ കേസ് തീരുമാനമാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തീരുമാനമാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഉടമക്ക് തീരുമാനിക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവൻ ഇളക്കുന്നത്. അപ്പോൾ മോനെ സഫാനെ, നീ എന്ത് ആരെയാണ് പറ്റിക്കുന്നത്? അടിയിൽ എത്ര അഡ്വക്കേറ്റ്മാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവിടെയുള്ള അഡ്വക്കേറ്റ് തന്നെയാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള. ഞാൻ ജയചന്ദ്ര സാറെ, ഇവരെ ഷൈജു ജോസിൻ്റെ വക്കീലിനെ അടക്കം വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിന്നെപ്പോലെ അല്ലെങ്കിൽ നിൻ്റെ മറ്റേ ടീമുകളെ പോലെ ഈ കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും നേടേണ്ട മോനെ. നമുക്ക് ഉള്ളതുപോലെ പറഞ്ഞിട്ട് നേടിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. കലക്ടറെ പിന്നെ അധീനതയിലേക്ക് മാറ്റാനും ഓപ്ഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ നിനക്ക് അറിയുന്നത് മറ്റേ വേറെ പണികളാണ്, ആ പണികൾ മാത്രം ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെന്നും പറഞ്ഞാൽ എനിക്ക് അധികകാലം നിൽക്കാൻ പറ്റൂല കേട്ടാ. ഞാൻ പറയുന്നത് ഈ ഒരു പച്ച കള്ളാണ് പോലും. അപ്പം നീ വേണമെങ്കിൽ ജയചന്ദ്രൻ സാറുടെ നമ്പർ തരാം എനിക്ക്. സാറ് ചോദിച്ചു നോക്ക് എന്താണ്. അപ്പോൾ 1 മാസത്തിനിടയ്ക്ക് നമ്മുടെ അവിടെയുള്ള മേശയും കസേരയും കാല് പൊട്ടിയ കസേരയും മേശയും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതിനൊന്നും കാര്യമില്ല, ഇത് കൊണ്ടിടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കിയതാണ്. അവിടെയുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും, ഫയലുകളും കമ്പ്യൂട്ടറുകളും ബാക്കി എല്ലാ സാധനങ്ങളും പോലീസ് ബന്ദോബസ്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വേറെ സ്ഥലത്തേക്ക് മാറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളത് പിന്നെ ഈ കമ്പ്യൂട്ടർ ടേബിള്, ചില 2-3 ടേബിള്, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ മോനെ. പിന്നെ ബോർഡ്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഉള്ള ഒരു 40 ലക്ഷം വരുന്ന ജനറേറ്റർ, അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഓട്ടോ അല്ലേ, ടയറില്ലാത്ത ഓട്ടോ, അതൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അതൊക്കെ പെരിഷബിൾ അസറ്റ്സ് ലേലം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് എടുത്തോളൂ കേട്ടാ. ഇത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സഫാൻ സാറിനോട്. സഫാൻ സാർ ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓഫീസും പോയി, എല്ലാം പോയി. ഇനി വിധി 3 ദിവസം വെയിറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് ആൾക്കാരുടെ FIRകൾ, മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അവസാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ കൃത്യമായിട്ട് ഇങ്ങനെ ചേർത്ത് ആണി അടിച്ചടിച്ച് ഒരിക്കലും ഊരാൻ പറ്റാത്ത, ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയാൽ പോലും ഊരാൻ പറ്റാത്ത രീതിയിൽ ആണി അടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് 4-ാം തീയതി ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇനിയും നീളുമായിരിക്കും. ഓക്കെ, ബൈ.